ഹലോ ഗായ്സ്, എല്ലാവർക്കും അനഘ സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പാർട്ട് 2 നമ്മൾ പഠിച്ച ഈ ഒരു പോർഷൻസൊക്കെ ആയിരുന്നു. പാർട്ട് 1 നമ്മൾ അതിന് മുമ്പുള്ള കാര്യം പഠിച്ചു. അപ്പോൾ നമുക്കിനിയും പാർട്ട് 3 കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നത്. പെസൻറ്റ് ഡിസ്കണ്ടൻറ്റ് ലീഡ്സ് ടു റെബല്യൻ. പെസൻറ്റ് ഡിസ്കോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെസൻ്റ് എന്ന് പറഞ്ഞാൽ കർഷകർ, ഡിസ്കോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ അസന്തോഷം. അതായത് കർഷകരുടെ അസന്തോഷം ലീഡ്സ് ടു റെബല്യൻ. അതെന്തിലേക്ക് നയിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലീഡ്സ് ടു റെബല്യൻ, റെബല്യനിലേക്കാണ് നയിക്കുന്ന, കലാപത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? പെസൻറ്റ് ഡിസ്കോണ്ടൻറ്റ് ലീഡ്സ് ടു റെബല്യൻ. ഇവിടെ CA ഇന്നസ് എഴുതിയ മലബാർ ഗസറ്റർ എന്ന് പറയുന്ന ബുക്കിൻ്റെ വോളിയം 11 1951 ഈ ഒരു പോർഷനിൽ നിന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. There were about 22 strong rebellions in Malabar during 18 years from 1836 to 1853. 1836 മുതൽ 1853 വരെയുള്ള ആ ഒരു കാലയളവിൽ, അതായത് 18 വർഷത്തിൻ്റെ കാലയളവിൽ എന്ത് സംഭവിച്ചു? മലബാറിൽ 22ഓളം ശക്തമായിട്ടുള്ള കലാപങ്ങൾ നടന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മലബാറിൽ എത്രയധികം കലാപങ്ങളാണ് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. എ സീരീസ് ഓഫ് റെബല്യൻസ് ബ്രോക്ക് ഔട്ട് ഇൻ വേരിയസ് പാർട്ട് ഓഫ് മലബാർ ഇൻ ദ 19th century. 19ാം നൂറ്റാണ്ടിൽ 19th centuryയിൽ മലബാറിലെ പല ഭാഗങ്ങളിൽ, വേരിയസ് പാർട്സ് എന്ന് പറഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ എന്തുണ്ടായി? ബ്രോക്ക് ഔട്ട്. എ സീരീസ് ഓഫ് റെബല്യൻസ് ബ്രോക്ക് ഔട്ട്. എ സീരീസ് ഓഫ് റെബല്യൻസ് എന്ന് പറഞ്ഞാൽ നിരവധി കലാപങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള കലാപങ്ങൾ എന്താണ്? ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു, ആരംഭിച്ചു എന്ന് പറയും. കണ്ടോ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് തുടർന്ന് പോകുന്ന കാര്യമാണ്. നമ്മൾ തുടർച്ചയായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ സീരീസ് ഓഫ് റെബല്യൻ. സീരീസ് ഓഫ് റെബല്യൻ, റെബല്യൻ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ സീരീസ് ഓഫ് റെബല്യൻ. ബ്രോക്ക് ഔട്ട് എന്തുവാണ്? ബ്രോക്ക് ഔട്ട് പൊട്ടിപ്പുറപ്പെട്ടു അല്ലെ പൊട്ടിപ്പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താ ഈ ലൈൻ പറയുന്നത്? 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ വിവിധ ഭാഗങ്ങളിൽ എന്താണ്? തുടർച്ചയായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വില്യം ലോഗൻ, ദ മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ, മലബാർ ജില്ലയിലെ എന്താണ് കളക്ടറായിട്ടുണ്ടായിരുന്ന വില്യം ലോഗൻ എന്താണ് റെക്കോർഡഡ് ഇൻ ഹിസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ദാറ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് പോളിസീസ്, എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് എവിക്ഷൻസ് ഓഫ് ലാൻഡ് ലോഡ്സ് were the cause of these riots. വില്യം ലോഗൻ, മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിട്ടുണ്ടായിരുന്ന വില്യം ലോഗൻ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? തൻ്റെ അന്വേഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിൽ, അതിൻ്റെ റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് റിപ്പോർട്ട് ചെയ്തു? റിപ്പോർട്ട് ദാറ്റ്, എന്ത് റിപ്പോർട്ടാണ് ചെയ്തത്? ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് പോളിസീസ്, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി നയങ്ങൾ. ടാക്സ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? നികുതി നയങ്ങൾ. അതുപോലെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണങ്ങൾ. ആൻഡ് എവിക്ഷൻ ഓഫ് ലാൻഡ് ലോഡ്സ്, അവിടുത്തെ ലാൻഡ് ലോഡ്സ്, ഭൂ ഉടമകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വേർ ദ കോസ് ഓഫ് ദീസ് റയോട്ട്സ്, ഈ കലാപങ്ങളുടെയൊക്കെ കാരണം ഇതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വില്യം ലോഗൻ, മലബാറിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണ രേഖയിൽ, ആ ഒരു റിപ്പോർട്ടിൽ എന്ത് റിപ്പോർട്ട് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി
നയങ്ങൾ, അവരുടെ ചൂഷണങ്ങൾ, പിന്നെ ഭൂവുടമകളുടെ എവിക്ഷൻ, ഇതൊക്കെ എന്തിന് കാരണമായത്? ഈ ഒരു കലാപങ്ങൾക്ക്, ഈ ഒരു പോരാട്ടങ്ങൾക്കൊക്കെ കാരണമായത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. There were protest and violence by farmers against the exploitative landlords and the British government. അവിടെ എന്തുണ്ടായിരുന്നു? There was protest and violence. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം, വയലൻസ് ആക്രമണം അല്ലെങ്കിൽ അക്രമം, അഹിംസ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, വയലൻസ്. ബൈ ഫാർമേഴ്സ്, ആരാണ്? ഫാർമേഴ്സ്. എഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് ലോഡ്സ്, അതായത് ചൂഷണം ചെയ്യുന്ന ഭൂ ഉടമകൾക്കെതിരെ, അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, ബ്രിട്ടീഷ് സർക്കാരിനെതിരെയും ഫാർമേഴ്സ് എങ്ങനെയായിരുന്നു? പ്രതിഷേധവും ആക്രമണവും ഒക്കെ നടത്തി. സിൻസ് മോസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് വെയർ മാപ്പിള ഫാർമേഴ്സ് ഓഫ് സൗത്ത് മലബാർ, അതായത് ആ ഒരു റയോട്ടിൽ പങ്കെടുത്ത മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആരായിരുന്നു? അതിനകത്തെ പാർട്ടിസിപ്പൻസ് മൊത്തം ആരായിരുന്നു? കൂടുതലും മാപ്പിള ഫാർമേഴ്സ് ആയിരുന്നു. സൗത്ത് മലബാറിലെ ആരായിരുന്നു? മാപ്പിള ഫാർമേഴ്സ് ആയിരുന്നു, അതായത് മുസ്ലിംസ് ആയിരുന്നു. The British authorities and imperial historians refers to this uprising as the മാപ്പിള riot. അപ്പോൾ കൂടുതലും മാപ്പിള ഫാർമേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റയോട്ടിനെ ചരിത്രകാരന്മാർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മാപ്പിള റയോട്ട്സ് എന്നുള്ള പേരിലാണ് പറയുന്നത്. മാപ്പിള കലാപങ്ങൾ എന്നവർ വിളിച്ചു. മനസ്സിലായോ? അതാണ് ഇവിടെ കൊടുത്തിട്ടില്ലേ, പിക്ചറും ഉണ്ട്. മലബാർ മാനുവൽ എന്ന് പറയുന്ന ബുക്കിൻ്റെ പിക്ചറാണ്. ഇതാണ് അവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂ ഉടമകളുടെയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും ചൂഷണത്തിനെതിരെ കർഷകർ പ്രതിഷേധവും ആക്രമണവും ഒക്കെ നടത്തി. ഇതിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗം തെക്കൻ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സാമ്രാജ്യ ചരിത്രകാരന്മാരും ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മാപ്പിള റയോട്ട്സ് എന്ന് വിളിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ്, ഏരിയ വെയർ ഇറ്റ് ടുക്ക് പ്ലേസ്, സിറ്റുവേഷൻ, അതായത് ആ റിവോൾട്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യം, പിന്നെ എവിടെയാണ്, ഏത് സ്ഥലത്താണ് അത് നടന്നത്, എന്തായിരുന്നു അതിൻ്റെ സന്ദർഭം, അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ചെയ്തിട്ടുണ്ട്, നോക്കാം. പഴശ്ശി, കോട്ടയം, വയനാട്, ഡിനയൽ ഓഫ് ടാക്സ് കളക്ഷൻ ബൈ ബ്രിട്ടീഷ്. വേലുത്തമ്പി ദളവ, ട്രാവാൻകൂർ, ബ്രിട്ടീഷ് ഇൻ്റർവെൻഷൻ ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ്. പാലിയത്തച്ഛൻ, കൊച്ചി, ബ്രിട്ടീഷ് ഇൻ്റർവെൻഷൻ ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ്. കുറിച്യർ റയോട്ട്, വയനാട്, ബ്രിട്ടീഷ് സീസ്ഡ് ട്രൈബൽ ലാൻഡ്. മാപ്പിള, മലബാർ, ടാക്സ് ഹൈക്ക് ആൻഡ് എവിക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നോക്കാം, അടുത്ത പോർഷനിലേക്ക് പോകാം. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് ഈ ഒരു ടോപ്പിക്ക്. സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു നമ്മുടെ കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കാര്യം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ. ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണേ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വരികളാണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് നോക്കാവുന്ന എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പണ്ഡിറ്റ് KP കറുപ്പന് എഴുതിയ ഈ വരികളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന അസമത്വവും അനീതിയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ചിലരോട് സമൂഹം പെരുമാറിയിരുന്നത് മനുഷ്യരെക്കാൾ താഴ്ന്നവർ എന്ന പോലെ ആയിരുന്നു അല്ലേ. അതായത് അന്നത്തെ കാലത്ത് ഈ ലൈൻസ് എന്താണ് ഷോ ചെയ്യുന്നത്? സോഷ്യൽ ഇൻജസ്റ്റിസും ഇനിക്വാളിറ്റിയാണ് കേരളയിൽ ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താ ലോ കാസ്റ്റൊക്കെ വെച്ചിട്ട്
അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ ആൾക്കാരെ കാസ്റ്റും ബർത്തും ഒക്കെ വെച്ചാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അതൊക്കെയാണ് നടന്നിരുന്നത്. അപ്പം ഇങ്ങനത്തെ കാലഘട്ടത്തെ പറ്റി ഡോക്ടറോ പണ്ഡിറ്റ് KP കറുപ്പൻ പറഞ്ഞിരിക്കുകയാണ്. ഹാവ് യു നോട്ടീസ്ഡ് ദ ലൈൻസ് ഗിവൺ എബവ്? മുകളിൽ തന്നിരിക്കുന്ന വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ശ്രദ്ധിച്ചല്ലേ? വാട്ട് ഐഡിയാസ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദം? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അന്നത്തെ കാലത്ത് അൺടച്ചബിലിറ്റി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരെ ബർത്തിൻ്റെ പേരിലും കാസ്റ്റിൻ്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തിയിരുന്നു. സോഷ്യൽ റിഫോമേഴ്സ്, പണ്ഡിറ്റ് KP കറുപ്പനെ പോലെയുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഈക്വാലിറ്റിക്ക് വേണ്ടി പ്രയത്നിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇത് അന്നത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ആ ഒരു കാര്യത്തെയാണ്, കേരളത്തിലെ അന്നത്തെ സമൂഹത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ലെറ്റ് us examine the social conditions in 19th and 20th century. 19ാം നൂറ്റാണ്ടിൻ്റെയും 20ാം നൂറ്റാണ്ടിലെയും സാമൂഹിക കണ്ടീഷൻസൊക്കെ എങ്ങനെയായിരുന്നു, സാമൂഹിക പെരുമാറ്റങ്ങളൊക്കെ, ആ ഒരു നിലപാട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. The equality and equity that we see today were not seen in the social life of that time. It was society where superstitions and customs were widespread. A person's social status was determined by the caste in which he was born. As part of caste discrimination, many social evils such as untouchability, unapproachability and travel bans existed in Kerala. എന്താണ് ഇവിടെ പറയുന്നത്? The equality and equity that we see today were not seen in the social life of that time. അന്നത്തെ കേരളത്തിൽ ഇന്ന് കാണുന്ന പോലെ സമത്വവും നീതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. It was a society where superstitions and customs were widespread. അതെങ്ങനത്തെ സമൂഹമായിരുന്നു? സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായിരുന്നു. A person's social status was determined by the caste in which he was born. ഒരു വ്യക്തിയുടെ സ്ഥാനം അവൻ ജനിച്ച ജാതി അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിരുന്നു. As part of caste discrimination, many social evils such as untouchability, unapproachability and travel bans existed in Kerala. ഈ ജാതി വ്യവസ്ഥയുടെ പേരിൽ കേരളത്തിൽ അസ്പർശ്യത, അസപർക്കത, യാത്രാനിരോധം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ അങ്ങനെയൊക്കെ പറയാം. അൺഅപ്രോച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അസംപർക്കത, അതായത് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ട്രാവൽ ബാൻസ്, യാത്രാനിരോധനം ഒക്കെ കേരളത്തിലുണ്ടായി. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലോ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ പറയുവാണെങ്കിൽ, ഇൻ ഓൾഡ് കേരള there was no equality or fairness among people. Society was full of superstitions and strict customs. A person's position or respect in society depended on the caste they were born into. Because of this caste system, caste discrimination, main social evils existed like untouchability, unapproachability and travel bans. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ടിലേക്ക് പോവാം. വാട്ട് അതർ സോഷ്യൽ ഈവിൽസ് ഹാവ് യു ഹേർഡ് ഓഫ്? നിങ്ങൾ മറ്റെന്തെല്ലാം സോഷ്യൽ ഈവിൽസിനെ പറ്റിയാണ് കേട്ടിട്ടുള്ളത്? അപ്പോൾ കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ ഈവിൽസ് ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ബാൻ ഓൺ പന്തി ഭോജനം അതാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാമെന്ന് കരുതുന്നത്. ചൈൽഡ് മാരേജ്, മാരിങ് ഗേൾസ് അറ്റ് എ വെരി യങ് ഏജ്, അത്. പിന്നെ ഡൗറി, ഡിമാൻഡിങ് മണി ഓർ പ്രോപ്പർട്ടി ഫ്രം ദ ബ്രൈഡ്സ് ഫാമിലി. സതി, എ ക്രൂവൽ കസ്റ്റം വെയർ എ വിഡോ had to die on her husband's funeral.
Polygamy, one man having many wives. Caste discrimination, people divided and treated unequally based on caste. Denial of education, lower caste and women were not allowed to study. Slavery, some people were forced to work for others without freedom or pay. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ബാലവിവാഹം, വരദക്ഷിണ പ്രദാനം, സതി പ്രദാനം, ബഹുഭാര്യത്വം, ജാതിവ്യവസ്ഥ വിവേചനം, വിദ്യാഭ്യാസ നിഷേധം, അടിമത്വം, ഇതൊക്കെയാണ്. ഇനി ഇവിടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദോസ്. ആരാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ റിഫോമേഴ്സ് ആർ ദോസ് ഹൂ ഫൗട്ട് അഗെയിൻസ്റ്റ് സച്ച് ഇറേഷണൽ കസ്റ്റംസ്. അതായത് സമൂഹത്തിലെ അന്യായവും അനാചാരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ എതിർത്ത് പോരാടിയവരെയാണ് നമ്മൾ സാമൂഹ്യ പുനരുദ്ധാരണ പ്രവർത്തകർ അല്ലെങ്കിൽ സോഷ്യൽ റിഫോർമേഴ്സ് എന്ന് പറയുന്നത്. The spread of modern education and the Renaissance thought supported their activities. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, അതുപോലെ തന്നെ റിനയൻസ്, അതായത് ഒന്നുകൂടെ നല്ല ചിന്തകൾ, ഇതൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകി. Our land has given birth to many social reformers. നമ്മുടെ കേരള ഭൂമിയിലും നിരവധി സാമൂഹ്യ പുനരുദ്ധാരണ പ്രവർത്തകർ ജനിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയും ഉണ്ട്. ഇനി അവരെ പറ്റി ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ അവിടെ തന്നിട്ടുള്ളത്. സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദെയർ മെയിൻ ആക്ടിവിറ്റീസ്. ആദ്യം തന്നെ വൈകുണ്ഠസ്വാമികളാണ്. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹി വാസ് വൺ ഓഫ് ദ ഏർലി സോഷ്യൽ റിഫോമർ ഓഫ് കേരള. കേരളത്തിലെ ആദ്യകാലത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. He performed the first Kannadi Pradishta in South India, exposing the irrationality of ideal worship. അതായത് അദ്ദേഹം ചെയ്ത കാര്യം എന്തുവാന്ന് വെച്ചാൽ ദേവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഗ്രഹത്തിന് പകരം കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും അതിലൂടെ ദൈവം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയാണ് വൈകുണ്ഠസ്വാമികളുടെ കാര്യം കൊടുത്തിട്ടുള്ളത്. കുര്യാക്കോസ് ഏലിയാസ് ചവറ. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി വാസ് എ സോഷ്യൽ റിഫോമർ ആൻഡ് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ്. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഓർഫനേജസ് ആൻഡ് സ്കൂൾസ് ഫോർ ദ അണ്ടർ പ്രിവിലേജ്ഡ്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നോക്കക്കാർക്ക് വേണ്ടി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. ഇതാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറയെ പറ്റിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ. അടുത്തത് ശ്രീനാരായണ ഗുരു. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. He was the foremost reformer who worked for social change in Kerala. ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പരിഷ്കർത്താവായിരുന്നു. He fought against superstitions and caste discrimination. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെയാണ് പോരാടിയിരുന്നത്. He proclaimed, "Become enlightened through knowledge." ജ്ഞാനത്തിലൂടെ പ്രബുദ്ധരാവുക എന്ന് അദ്ദേഹം ഉപദേശിച്ചിരുന്നു. He performed ശിവപ്രതിഷ്ഠ at അരുവിപ്പുറം and described this temple as a model place where everyone can live in brotherhood without any caste discrimination or religious hatred. അതായത് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് എല്ലാവരും ജാതിമത ഭേദമില്ലാതെ
സഹോദരങ്ങളായിട്ട് കഴിയേണ്ട ഒരു മാതൃകാ ക്ഷേത്രമാണെന്ന് കാണിക്കാനായിട്ടായിരുന്നു. ഹിസ് വിഷൻ ഇൻഫ്ലുവൻസ്ഡ് റിഫോമേഴ്സ് ലൈക്ക് സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു ആൻഡ് ടി വി മാധവൻ. അഭിപ്രായങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പാലപ്പ്, ടി വി മാധവൻ തുടങ്ങിയവരാണ് ഇതൊക്കെ സ്വാധീനിച്ചത്. അദ്ദേഹം ആരംഭിച്ച സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് മൂവ്മെൻറ്റ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് SNDP. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ ഇത് നമുക്ക് പറയാം. ഹി വാസ് എ മേജർ റിഫോമർ ഹു വർക്ക്ഡ് ടു ചേഞ്ച് കേരള സൊസൈറ്റി. പിന്നെന്താ? ഹി ഒപ്പോസ്ഡ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അല്ലേ, അദ്ദേഹം എതിർത്തിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വേർഡ് നമുക്ക് വേണം, ബിക്കം എൻലൈറ്റൻ ത്രൂ നോളജ്. ഇനി ആ ശിവ ഐഡിയലിൻ്റെ കാര്യം അത് നോക്കാം. പിന്നെ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അതുകൂടെ ഒന്ന് നോക്കാം. പിന്നെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കുക. അപ്പോൾ ഇതിനകത്ത് ചില വാക്കുകൾ നമുക്ക് മീനിങ് കൂടെ നോക്കാം. ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ. പ്രൊക്ലെയിംഡ്, പ്രഖ്യാപിച്ചു, ഉപദേശിച്ചു എന്നൊക്കെ വരാം. ബ്രദർഹുഡ്, സാഹോദര്യം. റിലീജിയസ് ഹേട്രഡ്, മതവിദ്വേഷം. ഇൻഫ്ലുവൻസ്ഡ്, സ്വാധീനിച്ചു. മൂവ്മെൻറ്റ്, പ്രസ്ഥാനം. ഇതൊക്കെയാണ്. ചട്ടമ്പി സ്വാമികൾ, ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഒപ്പോസ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറേഷണൽ കസ്റ്റംസ്. അദ്ദേഹം എന്ത് ചെയ്തു? ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരെ ശക്തമായിട്ട് എതിർത്ത ആളാണ്. ഹിസ് റൈറ്റിംഗ്സ് വെർ വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ വിലപ്പെട്ട സംഭാവനകളാണ്. ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞത്. 2 പോയിന്റേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. ഒപ്പോസ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ ഇറേഷണൽ കസ്റ്റംസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് മലയാളം ലാംഗ്വേജിനും ലിറ്ററേച്ചറിനും ഉള്ളത് വാല്യുബിൾ ആയിരുന്നു. 2 പോയിന്റേ ഉള്ളൂ, ഈസി ടു ലേൺ. നമുക്ക് ഇംഗ്ലീഷിൽ ഇത് എങ്ങനെയൊന്ന് സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ പറയാം. ഇത് കുറച്ചേ ഉള്ളൂ, എന്നാലും he strongly opposed the caste system and irrational customs. His writings were great contributions to Malayalam language and literature. അങ്ങനെ പഠിച്ചാലും ഇത് എഴുതിയാലും സെയിം സംഭവമാണ്. വേർഡ് മീനിങ് ഒന്ന് നോക്കാം. ഒപ്പോസ്ഡ്, എതിർത്തു. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. ഇറേഷണൽ കസ്റ്റംസ്, അർത്ഥശൂന്യമായ ആചാരണം. റൈറ്റിംഗ്സ്, രചനകൾ. വാല്യുബിൾ, വിലപ്പെട്ട. കോൺട്രിബ്യൂഷൻ, സംഭാവന. ലിറ്ററേച്ചർ, സാഹിത്യം. അടുത്ത നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വർക്ക്ഡ് ഫോർ ദ കൾച്ചറൽ റിനയൻസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമൂഹത്തിൻ്റെ സാംസ്കാരിക പുനർജനത്തിനായി പ്രവർത്തിച്ചു. He started the സ്വദേശാഭിമാനി newspaper to expose the vanity of the monarchy. രാജഭരണത്തിൻ്റെ അഹങ്കാരവും അനീതിയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് അദ്ദേഹം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു. അദ്ദേഹത്തിന് ബന്ധപ്പെട്ട മൂവ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് നമുക്ക് നോക്കാം. He worked for the cultural revival of the Muslim community. He started Swadeshabhimani newspaper to expose the pride and injustice of the monarchy. പിന്നെ മൂവ്മെൻ്റ് ഏതാണ്? അത്രയും കാര്യങ്ങളാണ് മെയിൻ. വേർഡ് മീനിങ് ഒന്ന് നോക്കാം. കൾച്ചറൽ റിനയൻസ്, സാംസ്കാരിക പുനർജനം. കമ്മ്യൂണിറ്റി, സമൂഹം. എക്സ്പോസ് ചെയ്യുക, പുറത്തു കൊണ്ടുവരിക. വാനിറ്റി ഓഫ് മൊണാർക്കി, രാജഭരണത്തിൻ്റെ അഹങ്കാരം, അഭിമാനം, അങ്ങനെയൊക്കെ പറയാം. മൊണാർക്കി, രാജഭരണം. മൂവ്മെൻറ്റ്, പ്രസ്ഥാനം.
പൊയ്കയിൽ യോഹന്നാൻ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. ഫൗട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ലൈക്ക് കാസ്റ്റിസം ആൻഡ് സ്ലേവറി. മൂവ്മെന്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പറഞ്ഞിരിക്കുന്നത് പൊയ്കയിൽ യോഹന്നാന് ജാതി വ്യവസ്ഥയുടെയും അതുപോലെ അടിമത്തം അതിനൊക്കെ എതിരെയാണ് പോരാടിയത്. അതൊക്കെ സോഷ്യൽ ഈവിൽസ് ആയിരുന്നു, അതായത് സാമൂഹിക ദോഷങ്ങളായിരുന്നു. അതിനെതിരെയാണ് അദ്ദേഹം പോരാടിയത്. അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ നമുക്ക് പറയാം, ഹി ഫൗട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് സച്ച് ആസ് കാസ്റ്റിസം ആൻഡ് സ്ലേവറി. അതൊരു വ്യത്യാസം വരുത്താനില്ല, ഈ കറക്റ്റ് സംഭവം തന്നെ വേണ്ടിയതാണ്. പിന്നെ മൂവ്മെൻറ്റും നമുക്ക് വേണ്ടിയ കാര്യമാണ്. വേർഡ് മീനിങ്സ് ഒന്ന് നോക്കി വരാം. സോഷ്യൽ ഈവിൽസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ദോഷങ്ങൾ. കാസ്റ്റിസം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വിവേചനം, രണ്ടും പറയാം. സ്ലേവറി അടിമത്വം. ഫൗട്ട് അഗെയിൻസ്റ്റ് എതിർത്തു പോരാടി. മൂവ്മെന്റ് പ്രസ്ഥാനം. ഇനി ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വായിക്കാം. He was known as a reformer of the Nambudiri community, social worker and writer. അദ്ദേഹം സമൂഹത്തിലെ പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം നമ്പൂതിരി സമൂഹത്തിലെ ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടെയാണ്. അത് എടുത്തിവിടെ പറയുന്നുണ്ട്. ഹി റോട്ട് ദ ഫേമസ് പ്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ അദ്ദേഹം പ്രശസ്തമാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച ഒരു പ്രധാനപ്പെട്ട നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പ്രസ്ഥാനം യോഗക്ഷേമ സഭ. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിലും നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഹി വാസ് എ റിഫോമർ, social worker, writer from the Nambudiri community. He wrote the famous play അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആൻഡ് ഹിസ് ഫേമസ് മൂവ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് ഏതാന്നുള്ള കാര്യം കൂടെ നോക്കാം. വേർഡ്സ് നോക്കാം. വേർഡ്സ്: റിഫോമർ പരിഷ്കർത്താവ്, കമ്മ്യൂണിറ്റി സമൂഹം, സോഷ്യൽ വർക്കർ സാമൂഹ്യ പ്രവർത്തകൻ, ഫേമസ് പ്ലേ പ്രശസ്ത നാടകം, റൈറ്റർ എഴുത്തുകാരൻ, മൂവ്മെന്റ് പ്രസ്ഥാനം. അയ്യങ്കാളി. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. ഫൗട്ട് ഫോർ ദ റൈറ്റ്സ്, സെൽഫ് റെസ്പെക്ട്, ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഒപ്രസ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. അയ്യങ്കാളി പീഡിത വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും സ്വ അഭിമാനത്തിനും യാത്രാ സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസം എന്നിവയ്ക്കൊക്കെ ആയിട്ടാണ് പോരാടിയത്. The Villuvanti strike and the Kallumala strike were important strikes by him. അദ്ദേഹം നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ വില്ലുവണ്ടി സമരം, കല്ലുമല സമരം എന്നിവയാണ്. അതുപോലെ തന്നെ മൂവ്മെന്റ് പ്രസ്ഥാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം. ഓക്കെ, അടുത്ത നോക്കാം. മന്നത്ത് പത്മനാഭൻ നായർ. ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. വർക്ക്ഡ് ഫോർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി. അദ്ദേഹം നായർ സമൂഹത്തിൻ്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചു. ഹി ലെഡ് ദ സ്ട്രഗിൾസ് ടു അച്ചീവ് സിവിൽ റൈറ്റ്സ് ഇൻ കേരള. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടുന്നതിനുള്ള സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഇനിയും മൂവ്മെന്റ് പ്രസ്ഥാനം ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി. ഓക്കെ, നോക്കാം. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ പറയുകയാണെങ്കിൽ ഹി വർക്ക്ഡ് ഫോർ ദ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി. പിന്നെ എന്തിനു ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് സ്ട്രഗിൾസ് ടു വിൻ സിവിൽ റൈറ്റ്സ് ഇൻ കേരള.
മൂവ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞില്ലല്ലേ. അയ്യങ്കാളി ഫൗട്ട് ഫോർ ദ റൈറ്റ്, സെൽഫ് റെസ്പെക്ട്, ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. അതുപോലെ തന്നെ 2 സ്ട്രൈക്ക് പ്രധാനപ്പെട്ടത് ഓർത്തിരിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, വേർഡ്സ് കൂടെ നോക്കാം. ഒപ്രസ്ഡ് സെക്ഷൻ, അതായത് മാറ്റി നിർത്തപ്പെട്ട പീഡിത വിഭാഗം. റൈറ്റ്സ്, അവകാശങ്ങൾ. സെൽഫ് റെസ്പെക്ട്, സ്വാഭിമാനം. ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, യാത്രാ സ്വാതന്ത്ര്യം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. സ്ട്രൈക്ക്, സമരം. ലെഡ് ബൈ ഹിം, അദ്ദേഹം നയിച്ചത്. മൂവ്മെന്റ്, പ്രസ്ഥാനം. ഓക്കെ, അത് വിട്ടുപോയതാണേ. ഇനി ഇത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ എന്താണ് സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞു, വേർഡ് മീനിങ് ബോക്സ് നമ്മൾ നോക്കിയില്ല, അത് നോക്കാം. സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹിക പുരോഗതി. നാഷണൽ പ്രോഗ്രസ്, അപ്പോൾ എന്തുമായിരിക്കും, കമൻറ്റ് ചെയ്യാം. എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്, വിദ്യാഭ്യാസ പുരോഗതി. കമ്മ്യൂണിറ്റി, ആ ഒരു സമൂഹം. സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ. ലെറ്റ് ദ സ്ട്രഗിൾ, സമരം നയിച്ചു. മൂവ്മെന്റ്, പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ, ഫിഗർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റർ, he worked for the upliftment of the backward classes. Movement, അരയ സമാജ്. സമാജ്, സമാജം. നമുക്ക് നോക്കാമേ. പണ്ഡിറ്റ് KP കറുപ്പൻ ഒരു കവിയും നാടകകൃത്തുമായിരുന്നു. പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ നാടകകൃത്ത്. പിന്നോക്ക വർഗത്തിന് വേണ്ടി, അതായത് പിന്നോക്കം നിന്നിരുന്ന സമൂഹത്തിലെ വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്കായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. മീനിങ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കണമല്ലോ. പോയറ്റ്, കവി. പ്ലേ റൈറ്റ്, നാടകകൃത്ത്. അപ്ലിഫ്റ്റ്മെന്റ്, ഉയർച്ച. ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നോക്ക വിഭാഗങ്ങൾ. മൂവ്മെന്റ്, പ്രസ്ഥാനം. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ പറയുവാണെങ്കിലും ഹി വാസ് എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഹി വർക്ക്ഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ്. അത്രയേ ഉള്ളൂ. അടുത്ത നോക്കാം. വാഗ്ഭടാനന്ദ, പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. പ്രൊമോട്ടഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ഓൺ ലോജിക്. അദ്ദേഹം എന്ത് ചെയ്തു? തർക്കശക്തിയെയും യുക്തിചിന്തയെയും പ്രോത്സാഹിപ്പിച്ചു. ട്രൈ ടു റിഫോം കസ്റ്റംസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് ടൈം. മാറുന്ന രീതിയിൽ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്, മൂവ്മെന്റ് ആണ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് നമുക്ക് പറയാം. ഹി പ്രൊമോട്ടഡ് ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഹി ട്രൈ ടു റിഫോം കസ്റ്റംസ് ടു സ്യൂട്ട് ദ ചേഞ്ചിങ് ടൈം. മൂവ്മെന്റും ഓർത്തു വെക്കാം. വേർഡ് മീനിങ്സ് നോക്കാം. ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത, യുക്തിചിന്ത എന്നൊക്കെ പറയാം. ലോജിക്, യുക്തി അല്ലെങ്കിൽ തർക്കശാസ്ത്രം. റിഫോം, മാറ്റം വരുത്തുക, പരിഷ്കരണം വരുത്തുക എന്നൊക്കെ വരും. കസ്റ്റംസ്, ആചാരങ്ങൾ. ചേഞ്ചിങ് ടൈം, മാറുന്ന കാലം. മൂവ്മെന്റ്, പ്രസ്ഥാനം. അപ്പാർട്ട് ഫ്രം ദീസ് മെനി സോഷ്യൽ റിഫോമേഴ്സ് എമേർജ്ഡ് ഇൻ കേരള. ഇവർക്കു പുറമെ കേരളത്തിൽ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർന്നു വന്നു. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മണി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി അസതി എക്സെട്ര വർക്ക്ഡ് ഫോർ ദ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വുമൺ. ഇവരൊക്കെയാണ് എന്താണ് സ്ത്രീകളുടെ ഉയർച്ചയ്ക്കായിട്ട് പ്രവർത്തിച്ചത്. The activities of social reformers led to the advancement of rights and educational progress for the socially backward communities and women. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ കാരണം പിന്നോക്ക വർഗങ്ങൾക്കും സ്ത്രീകൾക്കും അവകാശങ്ങളിലും വിദ്യാഭ്യാസത്തിലുമുള്ള പുരോഗതി ഉണ്ടായി.
social reformers could create a new society based on social justice and marked the Renaissance period of Kerala. അവരുടെ പരിശ്രമം കേരളത്തിൽ സാമൂഹ്യ നീതിയെ ആധാരമാക്കി ഒരു പുതിയ സമൂഹം രൂപപ്പെടുത്തുന്നതിനും കേരളത്തിൻ്റെ നവോത്ഥാന കാലത്തെ അടയാളപ്പെടുത്തുന്നതുമൊക്കെ ചെയ്തു. അല്ലേ? നവോത്ഥാന കാലമാണ് റിനയൻസ് എന്ന് പറയുന്ന വാക്ക്, നവോത്ഥാനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് പഠിക്കാൻ പാടുള്ളവർക്ക്, അല്ലെ ഇത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് പഠിക്കാം. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് പറയുമ്പം ബിസൈഡ്സ് ദീസ്, അപ്പാർട്ട് ഫ്രം ദീസിന് പകരം ബിസൈഡ് ദീസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. മെനി മോർ സോഷ്യൽ റിഫോമേഴ്സ് എമേർജ്ഡ് ഇൻ കേരള. പിന്നെ അവരുടെ പേര്, ഇവരൊക്കെയാണ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ വർക്ക് ചെയ്തവർ. പിന്നുള്ള കാര്യം നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് സോഷ്യൽ റിഫോമേഴ്സ്, സോഷ്യലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് വുമൻ ഗെയിൻഡ് മോർ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്. അങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ their work helped to create a new society based on social justice and marked Kerala's Renaissance period. അങ്ങനെ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് വേർഡ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എമേർജ്ഡ് പ്രത്യക്ഷപ്പെട്ടു, ഉയർന്നു എന്നൊക്കെ വരും. സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് സാമൂഹിക ഉയർച്ച. അഡ്വാൻസ്മെൻറ്റ് പുരോഗതി. റൈറ്റ്സ് അവകാശങ്ങൾ. എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് വിദ്യാഭ്യാസ പുരോഗതി. സോഷ്യലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് പിന്നോക്ക വർഗങ്ങൾ, സാമൂഹികപരമായി പിന്നോക്കമായിട്ട് നിന്നവർ. സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി. റിനയൻസ് പീരീഡ് നവോത്ഥാന കാലം. ഇത്രയൊക്കെയാണ് ഇതിനകത്തെ വേർഡ് മീനിങ്സ്. പാർട്ട് 4 വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത ക്ലാസ് ഏതാണ് വേണ്ടത്, ഇതിൻ്റെ പാർട്ട് 4 ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് അടുത്ത വേണ്ടെന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്.